CPM പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജു വധക്കേസിൽ പ്രതികൾക്ക് ആജീവനാന്തം തടവും 11,52,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 3 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷിച്ചത്. സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ തയ്യാറെടുത്ത വിദ്യാർത്ഥികൾ ജില്ലാതല പ്രവേശനോത്സവം പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ നടക്കും. TCV വാർത്ത ഫലം കണ്ടു. ജീവനക്കാരില്ലാതെ അടച്ചിടൽ ഭീഷണിയിലായ പെരിങ്ങാവ് വില്ലേജ് ഓഫീസിൽ ജീവനക്കാരെത്തി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്. AC മൊയ്തീൻ MLAയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ നഗരത്തിൽ അപകട ഭീഷണി ഉയർത്തി തകർന്നു വീഴാറായി നിരവധി കെട്ടിടങ്ങൾ. ഒരു കെട്ടിടം പൊളിക്കുന്നതിൽ മാത്രമായി നടപടികൾ ഒതുക്കി തൃശൂർ കോർപ്പറേഷൻ. ഒരു പൌരൻ എന്ന നിലയിൽ ഇടയ്ക്കിടെ തെരഞ്ഞെടുപ്പ് വരുന്നത് ശല്യം പോലെയാണ് തനിക്ക് തോന്നാറുള്ളതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് വരണമെന്നും സുരേഷ് ഗോപി. ജില്ലയിൽ തോരാമഴയ്ക്ക് ശമനം. 10 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. കയ്പമംഗലത്തും എടത്തിരുത്തിയിലും വെള്ളക്കെട്ട് രൂക്ഷം. പെരിങ്ങാട് പുഴയിലെ ചെളിയും മണ്ണും നീക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. കുമ്പളങ്ങാട് CPM പ്രവർത്തകൻ ബിജു വധക്കേസിൽ പ്രതികളായ BJP പ്രവർത്തകരെ ശിക്ഷിച്ചു. തൃശൂർ 3 അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് KM രതീഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത്. 8 പ്രതികൾക്കും ആജീവനാന്തം തടവും 11,52,000 രൂപ പിഴയും വിധിച്ചു. 1-ാം പ്രതി മൂരായിൽ ജയേഷ്, ഇരവക്കുളങ്ങര സുമേഷ്, കുറ്റിക്കാടൻ വീട്ടിൽ സെബാസ്റ്റ്യൻ, തൈക്കാടൻ ജോൺസൺ, കിഴക്കൂട്ടിൽ കുജേലൻ ബിജു എന്ന ബിജു, കരിമ്പനവളപ്പിൽ സജീഷ് എന്ന സതീഷ്, കരിമ്പനവളപ്പിൽ സനീഷ്, സുനീഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. ഇതുകൂടാതെ വിവിധ വകുപ്പുകളിലായി 12 വർഷം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. 2010 മെയ് 16-ന് കുമ്പളങ്ങാട് വായനശാലയ്ക്ക് സമീപം വെച്ചാണ് ചാലയ്ക്കൽ തോമസ് മകൻ ബിജുവിനെ കൊലപ്പെടുത്തിയത്. 6-ാം പ്രതിയായ രവി വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KD ബാബു, അഡ്വക്കേറ്റ് ശരത് ബാബു, അഡ്വക്കേറ്റ് രേഷ്മ എന്നിവർ കോടതിയിൽ ഹാജരായി. വടക്കാഞ്ചേരി CI ആയിരുന്ന ഇപ്പോഴത്തെ ഗുരുവായൂർ ACP TS സിനോജാണ് കേസന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. വേനലവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ സജീവമാകും. 2 മാസത്തെ അവധിക്ക് ശേഷമാണ് സ്കൂളുകൾ തുറക്കുന്നത്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളും തയ്യാറെടുത്തു കഴിഞ്ഞു. സംസ്ഥാനത്ത് തുടരുന്ന മഴ ആശങ്കയായി നിലനിൽക്കുന്നുണ്ടെന്നും സാഹചര്യങ്ങൾ അനുകൂലമായാൽ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം തന്നെ സ്കൂളുകൾ തുറക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മഴ കനത്ത സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുന്നത് മാറ്റിവെക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മാറ്റേണ്ടതില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. TCV വാർത്ത ബലം കണ്ടു. ജീവനക്കാരില്ലാതെ അടച്ചിടൽ ഭീഷണിയിലായ പെരിങ്ങാവ് വില്ലേജ് ഓഫീസിൽ ജീവനക്കാരെത്തി. പെരിങ്ങാവ് വില്ലേജ് ഓഫീസ് ഇനി അടച്ചിടേണ്ട. ജീവനക്കാർ ചുമതല എടുത്തതോടെ അടച്ചിടൽ പ്രതിസന്ധി ഒഴിവായി. ലീവിൽ പോയ ജീവനക്കാരനും നിയമനം ലഭിച്ച ജീവനക്കാരനും ജോയിൻ ചെയ്തു. പാട്ടുരാക്കൽ, കിഴക്കുംപാട്ടുകര, ചെമ്പൂക്കാവ, മുക്കാട്ടുകര, പെരിങ്ങാവ് ഡിവിഷനുകൾ ഉൾപ്പെട്ടതാണ് പെരിങ്ങാവ് വില്ലേജ് ഓഫീസ്. വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതുമൂലം പൊതുജനങ്ങൾക്ക് വിവിധ സേവനങ്ങൾ നൽകാനാവാത്ത സ്ഥിതിയും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസർ പുറത്തുപോകേണ്ടി വരുമ്പോൾ വില്ലേജ് ഓഫീസ് പൂട്ടിപ്പോകേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ട കൌൺസിലർ ജോൺ ഡാനിയൽ റവന്യൂ മന്ത്രി K രാജനോട് പ്രതിസന്ധി ധരിപ്പിക്കുകയും മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയതോടെയുമാണ് വില്ലേജ് ഓഫീസിൽ പുതിയ ജീവനക്കാരെ നിയമിച്ചത്. കരുവന്നൂർ ബാങ്ക് അഴിമതി കേസിൽ MLA AC മൊയ്തീനെതിരെ ED കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ MLAയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുന്നംകുളം കടവല്ലൂർ മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് പ്രതിരോധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കുന്നംകുളത്തെ കോൺഗ്രസിന്റെ ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് MLA AC മൊയ്തീന്റെ ക്യാമ്പ് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ തൃശൂർ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു.
കരുവന്നൂർ കേസിൽ സിപിഎമ്മിനെതിരെ ജില്ലാ വ്യാപകമായി പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിച്ച് കോൺഗ്രസ്. സിപിഎം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് കട്ടപ്പണം തിരികെ നൽകുക, കള്ളപ്പണക്കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക, കേസിൽ പ്രതികളായ കെ രാധാകൃഷ്ണൻ എം പി, AC മൊയ്തീൻ MLA എന്നിവർ തൽസ്ഥാനങ്ങൾ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. തൃശൂർ അയ്യന്തോൾ ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് തൃശൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് സ്വരാജ് റൌണ്ട് ചുറ്റി നടന്ന പ്രകടനം കോർപ്പറേഷൻ ഓഫീസിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തൃശൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, KPCC സെക്രട്ടറിമാരായ ജോൺ ഡാനിയൽ, A പ്രസാദ്, സുനിൽ അന്തിക്കാട്, KB ശശികുമാർ, മുൻ MLA MP വിൻസെന്റ്, DCC വൈസ് പ്രസിഡന്റ് IP പോൾ, സെക്രട്ടറിമാരായ ബൈജു വർഗീസ്, CB ഗീത, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J പല്ലൻ തുടങ്ങിയവർ പങ്കെടുത്തു. കരുവന്നൂർ കേസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. 2003 ആരംഭിച്ചതാണ് ഈ കളവ്. ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ PMLA കോടതിയിൽ അവസാന കുറ്റപത്രം സമർപ്പിച്ചു. തൃശൂർ നഗരത്തിൽ അപകട ഭീഷണി ഉയർത്തി തകർന്നു വീഴാറായി നിരവധി കെട്ടിടങ്ങൾ. ഒരു കെട്ടിടം പൊളിക്കുന്നതിൽ മാത്രമായി നടപടികൾ ഒതുക്കി തൃശൂർ കോർപ്പറേഷൻ. കാലാവധി കഴിഞ്ഞ അതീവ അപകടാവസ്ഥയിലുള്ള 271 കെട്ടിടങ്ങളാണ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ളത്. ഇതിലെ ഒരു കെട്ടിടം മാത്രം പൊളിച്ചു നീക്കാനാണ് കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം തയ്യാറായത്. ഇനിയും പൊളിക്കാൻ ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങൾ മൂലം ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ മറ്റു കെട്ടിടങ്ങൾ പൊളിക്കുന്നതിലേക്ക് കോർപ്പറേഷൻ കടക്കുന്നില്ല. പലരുടെയും സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. തൃശൂർ നഗരത്തിലെ കാലാവധി കഴിഞ്ഞ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിക്കാൻ കഴിഞ്ഞ മാർച്ചിൽ കോർപ്പറേഷൻ കൗൺസിൽ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. മഴ ആരംഭിച്ചപ്പോൾ കെട്ടിടങ്ങൾ ഇടിഞ്ഞും മേൽക്കൂര തകർന്നും അപകടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് കോർപ്പറേഷൻ ഉണർന്നത്. ഇതോടെ ഒരു കെട്ടിടം രാത്രിയിൽ പൊളിച്ചു നീക്കി. ഇതിനുശേഷം ഒരു നടപടികളുമില്ല. നഗരത്തിൽ പല വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് പഴയ കെട്ടിടങ്ങളിലാണ്. മുൻവശം ഭംഗിയായി അലങ്കരിച്ച ഈ സ്ഥാപനങ്ങളിൽ ദിവസവും 100 കണക്കിന് പേരാണ് കയറിയിറങ്ങുന്നത്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന കെട്ടിടങ്ങളിൽ അപകടങ്ങൾ ഒഴിവാകുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. കെട്ടിടങ്ങൾ പൊളിക്കാൻ കോർപ്പറേഷൻ തയ്യാറാവാത്തത് പലവിധ സമ്മർദ്ദങ്ങളാലാണ്. ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ തയ്യാറായില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് തൃശൂർ നഗരം സാക്ഷ്യം വഹിക്കേണ്ടി വരും. TCV തൃശൂർ. പൗരൻ എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് വരുന്നത് തനിക്ക് ശല്യം പോലെയാണ് തോന്നാറുള്ളതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ തൃശൂരിൽ നടന്ന സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടയ്ക്കിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈർക്കിളി പാർട്ടികൾ കൂടിയതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു. കച്ചവടക്കാരെ സമ്മതിക്കണം. പിരിവ് കൃത്യമായി കൊടുത്തില്ലെങ്കിൽ മുറുക്കാൻ കടക്കാരന് പോലും ഭീഷണിയുണ്ടാകും. അതുകൊണ്ട് രാജ്യം മുഴുവൻ ഒറ്റ തെരഞ്ഞെടുപ്പാക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. രാജ്യത്ത് 3 മാസം കൂടുമ്പോൾ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തകർക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഔദ്യോഗിക ഭാഷാ വിഭാഗം അംഗം അഡ്വക്കേറ്റ് BP ശ്രീ പത്മനാഭൻ, റിട്ടയേർഡ് DGP ജേക്കബ് തോമസ്, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, രഘുനാഥ് C മേനോൻ എന്നിവർ സംസാരിച്ചു. പത്മശ്രീ IM വിജയനെ ചടങ്ങിൽ ആദരിച്ചു. കേന്ദ്ര പ്രകൃതിവാതകം, പെട്രോളിയം, ടൂറിസം ജില്ലയിൽ തോരാമഴയ്ക്ക് ശമനം. പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. വാഴാനി ഡാം തുറക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് മാറ്റി. പീച്ചി ഡാമിൽ വെള്ളം 1 അടി ഉയർന്നു. 79.24 മീറ്ററാണ് ഡാമിലെ സംഭരണശേഷി. നിലവിൽ 69.15 മീറ്റർ വെള്ളമാണ് ഡാമിൽ നിലവിലുള്ളത്. പെരിങ്ങൽകുത്ത് ഡാമിൽ മഞ്ഞ അലർട്ടാണ്. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളക്കെട്ടിലാണ്. 10 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. ഇതോടെ കാലവർഷക്കെടുതിയിൽ തകർന്ന വീടുകളുടെ എണ്ണം 180 ആയി. 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു. ഇതോടെ ആകെ ക്യാമ്പുകളുടെ എണ്ണം 12 ആയി. വിവിധ വില്ലേജുകളിൽ നിന്നായി 60 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. 690 ഹെക്ടർ കൃഷി നശിച്ചു. കനത്ത നഷ്ടമാണ് KSEBയ്ക്കും സംഭവിച്ചിരിക്കുന്നത്. താണിക്കുടം പുഴയിലെ വെള്ളമൊഴുക്ക് ഭാഗികം. ചെറൂർ, പെരിങ്ങാവ്, വിയ്യൂർ മേഖല വെള്ളക്കെട്ട് ഭീഷണിയിൽ.
ചേറൂർ പെരിങ്ങാവ് മേഖലയിലെ മഴവെള്ളം താണിക്കുടംപുഴ കുണ്ടുവാറത്തോട് കോർപ്പറേഷൻ കനാൽ എന്നിവയിലൂടെ പുഴയ്ക്കൽ KLDC ബണ്ടിലെത്തുകയാണ് പതിവ്. ഈ വെള്ളം ഏനാമാവ് ഇടിയഞ്ചിറ റെഗുലേറ്ററുകളിലൂടെ ചേറ്റുവയിൽ കടലിലെത്തും. KSTP പദ്ധതിയുടെ ഭാഗമായി പുഴയ്ക്കലിൽ റോഡ് ഉയർത്തിയിട്ടുണ്ട്. ഈ റോഡുകൾക്കിടയിൽ ചെറിയ പാലങ്ങളുടെ നിർമ്മാണം നടക്കുകയാണ്. ഇതിനാൽ KLDC കനാലിലേക്ക് സുഗമമായി വെള്ളം ഒഴുകിയെത്തുന്നില്ല. MLA റോഡിൽ താണിക്കുടംപുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന് സമീപം വെള്ളം കരകവിഞ്ഞ് റോഡിലെത്തുന്ന സാഹചര്യമാണുള്ളത്. മഴ ശക്തമായാൽ ഒഴുക്ക് തടസ്സപ്പെടുമെന്നതിനാൽ തൃശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിന് സാധ്യതയേറെയാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ വേണമെന്ന് ചേറൂർ പെരിങ്ങാവ് വിയൂർ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. TCV തൃശൂർ. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. വീട്ടിൽ സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം വീട്ടിൽ കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണ്ണമാണ് SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന്. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. KSFE ഹാർമണി ചിറ്റ്സ് മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. KSFE ഹാർമണി ചിറ്റ്സ്. ടോൾ ഫ്രീ നമ്പർ 1800-425-3455. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. ചാവക്കാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി. കനോലി കനാൽ, മത്തിക്കായൽ, പാടങ്ങൾ, തോടുകൾ എന്നിവ കരകവിഞ്ഞു. ചാവക്കാട് വഞ്ചിക്കടവ്, തേക്കാഞ്ചേരി, പുന്ന, തെക്കൻ പാലയൂർ, വട്ടേക്കാട്, കറുകമാട്, എടക്കഴിയൂർ, ഒരുമനയൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. വീടുകളിലേക്ക് വെള്ളം കയറി. താമസയോഗ്യമല്ലാത്ത കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി. ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കടപ്പുറം പഞ്ചായത്ത് അഞ്ചങ്ങാടിയിലെ ഷെൽട്ടർ തയ്യാറാക്കിയതായി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. മഴ ശക്തിയാകും മുമ്പ് പെരിങ്ങാട് പുഴയിലെ ചെളിയും മണ്ണും നീക്കാൻ തൃശൂർ അഡീഷണൽ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. 2021 പെരിങ്ങാട് പുഴയും പുഴയോട് ചേർന്ന കണ്ടൽ പ്രദേശങ്ങളും സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിച്ച് കരട് വിജ്ഞാപനം പുറത്തിറങ്ങിയത്. ഇതിനുശേഷം 5.5 കിലോമീറ്റർ ചുറ്റളവുള്ള പെരിങ്ങാട് പുഴയിൽ നിന്ന് ചെളി കോരാനുള്ള നടപടികൾ നിലയ്ക്കുകയായിരുന്നു. ചെളി നീക്കാൻ ജലസേചന വകുപ്പ് 4 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചെങ്കിലും സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള കരട് വിജ്ഞാപനം തടസ്സമായി. പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ ചെളിക്ക് പുറമെ വർഷം തോറും ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപം നിർമ്മിക്കുന്ന താൽക്കാലിക വളയം ബണ്ട് പൊളിക്കുന്ന മണ്ണും പെരിങ്ങാട് പുഴയിലേക്കാണ് ഒഴുക്കിയിരുന്നത്. പുഴ ആഴം കുറയാൻ ഇതും കാരണമായി. ഇതിനെതിരെ തീരദേശ സംരക്ഷണ സമിതി അംഗങ്ങളും പ്രദേശവാസികളും നിരവധി പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ക്രമാതീതമായി മണ്ണ് പെരിങ്ങാട് പുഴയിൽ അടിഞ്ഞതിനാൽ ആഴം ഗണ്യമായി കുറഞ്ഞ് പലയിടങ്ങളിലും ഉപ്പുവെള്ളം കയറുകയും കൃഷി നശിക്കുകയും ശുദ്ധജല സ്രോതസ് മലിനമാകുകയും മത്സ്യസമ്പത്ത് കുറയുകയും ചെയ്തു. പെരിങ്ങാട് പുഴയിൽ നിന്നും ചെളിയും മണ്ണും നീക്കം ചെയ്യാനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായി തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു. ഈ പുഴയിൽ പൂർണ്ണമായും മണ്ണും ചെളിയും നീക്കിയാൽ മാത്രമാണ് മത്സ്യസമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ, മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യ ലഭ്യത വർദ്ധിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന മഴവെള്ളം പെരിങ്ങാട് പുഴയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കടലിലെ വേലിയേറ്റ സമയത്ത് പെരിങ്ങാട് പുഴയിലാണ് നിലനിൽക്കേണ്ടത്. ഒരു 2.5 മീറ്ററോളം താഴ്ചയുണ്ടായിരുന്ന വലിയ കെട്ടുവള്ളങ്ങൾ വന്നിരുന്ന പുഴയാണ്. ഇതെല്ലാം തൂർന്ന് ഇപ്പോൾ മനുഷ്യനെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രളയത്തിൻ്റെ ഒരു സാധ്യതയിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ മാറ്റണം. പൂർണ്ണമായും ഇപ്പോൾ എടുത്തുള്ള നിലപാടുകൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം, തീരുമാനങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കണം. ഇപ്പോൾ എടുത്ത നിലപാടുകൾക്ക് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യും. വർഷക്കാലത്ത് ജില്ലയിൽ നിന്നുള്ള 70% അധികം വെള്ളവും കടലിലേക്ക് ഒഴുകിപ്പോകേണ്ടത് ഇടിയഞ്ചിറ റെഗുലേറ്റർ കടന്ന് പെരിങ്ങാട് പുഴ വഴിയാണ്. പക്ഷേ ആഴം കുറഞ്ഞ പെരിങ്ങാട് പുഴയിൽ
ചെളിയും മണ്ണും നിറഞ്ഞ് അധിക വെള്ളം ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇതുമൂലം പാവറട്ടി, മുല്ലശ്ശേരി, എളവള്ളി ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽപ്പെടുന്നത് പതിവായിരുന്നു. പുഴയിലെ ചെളിയും മണ്ണും നീക്കാൻ അഡീഷണൽ ഇറിഗേഷന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് പാവറട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കൊമേരി കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു. TCV ന്യൂസ്, പാവറട്ടി. തീരദേശത്ത് മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. കയ്പമംഗലത്തും എടത്തുരുത്തിയിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. കനോലിക്കനാൽ കരകവിഞ്ഞ് സമീപത്തെ വീട്ടുപറമ്പുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. കയ്പമംഗലം, ചളിങ്ങാട്, പാലിയം താഴം, കൂരിക്കുഴി, സലഫിക് വടക്ക്, രാമലക്ഷ്മി, ഐരൂർ നഗർ, ചന്ദ്രാപ്പിന്നി, കോഴിത്തുമ്പ്, പപ്പടം നഗർ, SN വിദ്യാഭവൻ പരിസരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന കയ്പമംഗലം പഞ്ചായത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടി തുറന്നു. പള്ളിനട RCUP സ്കൂളിലാണ് പുതിയ ക്യാമ്പ് തുറന്നത്. 8ാം വാർഡിലെ പാലിയംചിറ ഭാഗത്തു നിന്നുള്ള 5 കുടുംബങ്ങളിൽ നിന്ന് 14 പേരാണ് ക്യാമ്പിലുള്ളത്. കൂരിക്കുഴി ബാബുൽ ഉലൂം മദ്രസയിലെ ക്യാമ്പിൽ 15 കുടുംബങ്ങളിൽ നിന്നായി 31 പേരെയാണ് താമസിപ്പിച്ചിട്ടുള്ളത്. എടത്തിരുത്തി പഞ്ചായത്തിലെ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലും ക്യാമ്പ് തുറന്നിട്ടുണ്ട്. 10 കുടുംബങ്ങളിൽ നിന്നുള്ള 23 പേരാണ് ക്യാമ്പിലുള്ളത്. ക്യാമ്പുകളിൽ ET ടൈസൺ MLA സന്ദർശനം നടത്തി. ഏതായാലും ക്യാമ്പ് സ്കൂളുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും PTയും ബന്ധപ്പെട്ട ആളുകളും എല്ലാം നന്നായി കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സഹായം, അതിൻ്റെ സഹകരണങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും നൽകുന്നുണ്ട്. നമുക്ക് അറിയാലോ, എപ്പോഴും വിഷമമുള്ളൊരു സാഹചര്യത്തിൽ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ നേരിടുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. അതിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമവും നന്നായി നടത്തുന്നുണ്ട്. TCV കയ്പമംഗലം. കനത്ത മഴയിൽ 2 കൈ വീരഞ്ചിറയിൽ വീടിന്റെ മുൻഭാഗത്തെ മണ്ണിടിഞ്ഞു. കരിമ്പനയ്ക്കൽ ദേവരാജന്റെ വീടിന് മുൻഭാഗമാണ് ഇടിഞ്ഞു വീണത്. സമീപത്ത് നിന്നിരുന്ന ദേവരാജന്റെ ഭാര്യ ഷീജ ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കാന കനത്ത മഴയിൽ ഇടിഞ്ഞതാണ് അപകടത്തിന് കാരണം. 7 അടിയിലേറെ ഉയരത്തിലാണ് ദേവരാജന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ തെക്കേ മഠത്തിന്റെ ശങ്കരപത്മം പുരസ്കാരം ചലച്ചിത്ര സംവിധായകനും കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിച്ചു. തൃശൂരിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. സ്വാമി നന്ദാത്മജാനന്ദ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, തെക്കേമഠം മാനേജർ ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ, മോഹൻ വെങ്കിടകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോഷണം വ്യാപകമാകുന്നു. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ രാത്രിയിൽ കിടന്നുറങ്ങിയ സ്ത്രീകളുടെ 3 മൊബൈൽ ഫോണുകൾ മോഷണം പോയി. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ കിടന്നിരുന്ന ചാവക്കാട് സ്വദേശിനിയുടെ കൈവശമുണ്ടായിരുന്ന 2 മൊബൈൽ ഫോണുകളും ഹാളിൽ കിടന്ന മറ്റൊരു സ്ത്രീയുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകളുമാണ് മോഷണം പോയത്. ഷർട്ടും പാന്റും ധരിച്ചെത്തിയ യുവാവ് മൊബൈലുകൾ മോഷ്ടിക്കുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഹാളിൽ കിടക്കുന്ന യുവതിയുടെ അരികിൽ നിന്ന് ഇയാൾ ഫോൺ എടുക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി. മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞുവെന്ന് തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി MB രാജേഷ്. ചാവക്കാട് നഗരസഭ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുയിടങ്ങളിൽ മുഴുവൻ ബിൻ സ്ഥാപിക്കും. ബിൻ സ്ഥാപിക്കാത്ത കടകൾക്ക് ലൈസൻസ് നൽകില്ല. കേറ്ററിംഗ് സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് കുപ്പിവെള്ളം നിരോധിക്കുമെന്നും കേരളത്തിൽ 56 ഏക്കർ മാലിന്യപ്പറമ്പുകൾ വീണ്ടെടുക്കാൻ സാധിച്ചെന്നും മാലിന്യമില്ലാത്ത കേരളം സൃഷ്ടിക്കലാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, മുൻ MLA PT കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയുടെ പരപ്പിൽ താഴത്തുള്ള 50 സെന്റ് സ്ഥലത്ത് 5800 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ദൈനംദിനം 3 മെട്രിക് ടൺ ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള വിന്ററോ കമ്പോസ്റ്റ് പ്ലാന്റാണ് 1,15 ലക്ഷം രൂപ ചിലവിട്ട് നഗരസഭ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ.
കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ട്രെയിൻ യാത്രക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഒരു ട്രാക്ക് കൂടി ആവശ്യമാണെന്നും ഇതിനായി സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തി നൽകണമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ റെസ്റ്റോറന്റ് അടക്കമുള്ളവ വളരെ മോശം സ്ഥിതിയിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമൃത് ഭാരത് പദ്ധതിയിൽ സ്റ്റേഷനെ ഉൾപ്പെടുത്തുന്ന കാര്യം സജീവ പരിഗണനയിലാണ്. സ്റ്റേഷന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി 50 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരുന്നതായും അദ്ദേഹം പറഞ്ഞു. റെയിൽവേ ഉദ്യോഗസ്ഥർ, പാസഞ്ചർ അസോസിയേഷൻ പ്രതിനിധികൾ, നാട്ടുകാർ എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തി. BJP നേതാക്കളായ AR ശ്രീകുമാർ, കൃപേഷ് ചെമ്മണ്ട, ആർച്ച അനീഷ് എന്നിവരും കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അടുത്ത ഫേസാണ് അമൃത് ഭാരത് സ്റ്റേഷൻസിന്റെ അടുത്ത ഫേസിൽ ഇരിങ്ങാലക്കുട ഉണ്ടാവണം. തൃശൂർ മെഡിക്കൽ കോളേജ് സബ് ട്രഷറി കെട്ടിട ശിലാസ്ഥാപനം ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. സേവ്യർ ചിറ്റ്ലിപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. K രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായിരുന്നു. 1,90 ലക്ഷം രൂപ ചെലവിൽ 2700 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഫർണിഷിംഗോട് കൂടിയ മെഡിക്കൽ കോളേജ് സബ് ട്രഷറിയുടെ പുതിയ കെട്ടിട നിർമ്മാണം 9 മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ N അശോകൻ, വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നാടകം ഉൾപ്പെടെ 6 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി വാഴ്വേ മായം. രാജേഷ് ഇരുളം മികച്ച സംവിധായകൻ. 5 ദിവസങ്ങളിലായി അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിൽ നടന്ന നാടക മത്സരത്തിൽ മിന്നും നേട്ടമാണ് തൃശൂർ വരവൂരിലെ വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിച്ച വാഴ്വേമായം കരസ്ഥമാക്കിയത്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന മികച്ച നാടകത്തിനുള്ള പുരസ്കാരത്തിന് പുറമെ രചന നിർവഹിച്ച ഹേമന്തകുമാർ മികച്ച 2ാമത്തെ നാടകകൃത്തായും, സ്വാമിയായി അരങ്ങിൽ നിറഞ്ഞാടിയ ജോൺസൺ ഐക്കര മികച്ച നടനായും, സ്വരമാധുര്യം നിറഞ്ഞ ഗാനാലാപനത്തിലൂടെ ഹിമാഷിൻ ജോ മികച്ച ഗായികയായും, അനിൽ മാള മികച്ച പശ്ചാത്തല സംഗീത സംവിധായകനായും, രാജേഷ് ഇരുളം മികച്ച ശബ്ദലേഖകനായും വാഴ്വേമായത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതേ നാടകത്തിൻ്റെ സംവിധായകൻ കൂടിയായ രാജേഷ് ഇരുളമാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത്. ചങ്ങനാശ്ശേരി അണിയറയുടെ ഡ്രാക്കുള എന്ന നാടകമാണ് രാജേഷിനെ മികച്ച സംവിധായകനാക്കിയത്. കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവാണ് മികച്ച 2ാമത്തെ നാടകം. ഈ നാടകം അണിയിച്ചൊരുക്കിയ രാജീവൻ മമ്മിളിയാണ് മികച്ച 2ാമത്തെ സംവിധായകൻ. പ്രധാന 2 കഥാപാത്രങ്ങളായി വേഷപ്പകർച്ച നടത്തിയ കലവൂർ ശ്രീലൻ മികച്ച 2ാമത്തെ നടനും, ഗോപിനാഥ് കോഴിക്കോട് മികച്ച ദീപസംവിധായകനുള്ള പുരസ്കാരവും മിഠായി തെരുവിലൂടെ നേടി. ലക്ഷ്മണരേഖയിലെ സീതാലക്ഷ്മി എന്ന കഥാപാത്രത്തിലൂടെ NK ശ്രീജ മികച്ച നടിയായും, കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ വനിതാ മെസ്സിലെ അഭിനയത്തിലൂടെ ബിന്ദു സുരേഷ് മികച്ച 2ാമത്തെ നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ലക്ഷ്മണരേഖയുടെ രചയിതാവ് മുഹാദ് വെമ്പായമാണ് മികച്ച നാടകകൃത്ത്. മിഠായി തെരുവ്, ലക്ഷ്മണരേഖ എന്നീ നാടകങ്ങളിൽ ഗാനങ്ങൾ ആലപിച്ച ജോസ് സാഗറാണ് മികച്ച ഗായകൻ. വനിതാ മെസ്സിന്റെ MS ശ്രീകുമാർ മികച്ച സംഗീത സംവിധായകനായപ്പോൾ മിഠായി തെരുവിലൂടെ രമേശ് കാവിൽ മികച്ച ഗാനരചയിതാവുമായി. ഡ്രാക്കുളയുടെ വക്കം മാഹിൻ മികച്ച വസ്ത്രാലങ്കാരത്തിനും, റിപ്പോർട്ട് നമ്പർ 79, വനിതാ മെസ് എന്നീ നാടകങ്ങളിലൂടെ വിജയൻ കടമ്പേരി മികച്ച രംഗപട സംവിധായകനുള്ള പുരസ്കാരവും നേടി. TCV തൃശൂർ. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പൂങ്കുന്നം മുരളി മന്ദിരത്തിലെത്തി ലീഡർ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി.
നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നതിനിടെയാണ് മുരളി മന്ദിരത്തിലെത്തിയത്. ആരെതിർത്താലും നിലമ്പൂരിൽ ചരിത്ര ഭൂരിപക്ഷം നേടുമെന്ന് ആര്യാടൻ ഷൌക്കത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അൻവറിന്റെ കാര്യം പറയേണ്ടത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാണെന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു. തന്റെ പിതാവിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ഒപ്പമെത്താനുള്ള പരിശ്രമമാണ് നടക്കുന്നതെന്നും ആര്യാടൻ പറഞ്ഞു. തൃശൂരിൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ നിന്നും പുസ്തകങ്ങൾ കവർന്നതായി പരാതി. ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസിന്റെ 25,000 രൂപ വിലയുള്ള പുസ്തകങ്ങളാണ് കവർന്നത്. ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ വയോധികനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാപ്പാറ സ്വദേശി 67 വയസ്സുള്ള നാലുമകാൽ സുധാകരനാണ് മരിച്ചത്. മുരിങ്ങത്തൂരിൽ പുഴയിൽ നിന്നും നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന ചെറുവഞ്ചി മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് മരണം സംഭവിച്ചതെന്ന് സംശയമുണ്ട്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം കരയിലെത്തിച്ചത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇനി TCVയുടെ പ്രത്യേക സെഗ്മെന്റ് പ്രളയത്തിലും പഠിക്കാതെ. കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ പുഴകളും ഡാമുകളും നിറയുന്നു. പുഴകളിൽ നിന്നും ഡാമുകളിൽ നിന്നും ചെളി മാറ്റി സംഭരണശേഷി ഉയർത്തുമെന്ന പ്രഖ്യാപനം കടലാസിലൊതുങ്ങി. 2018 പ്രളയം ഒട്ടേറെ പാഠങ്ങളാണ് പകർന്നത്. ചെളിയടിഞ്ഞ് പുഴകളിലെയും ഡാമുകളിലെയും സംഭരണശേഷി കുറഞ്ഞത് പെട്ടെന്നുള്ള പ്രളയത്തിലേക്ക് നയിച്ചു. എന്നാൽ പ്രളയം നൽകിയ പാഠം ഉൾക്കൊള്ളാനും തിരുത്തൽ നടപടികൾക്കും ഇനിയും അധികൃതർ തയ്യാറായിട്ടില്ല. പുഴകളിൽ പലയിടത്തും മണൽത്തിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കാലവർഷത്തിന് മുമ്പ് ഇവ നീക്കം ചെയ്യാനും ചെളി മാറ്റാനും ശ്രമമുണ്ടായില്ല. ജില്ലയിലെ പ്രധാന ഡാമുകളാണ് പീച്ചി, ചിമ്മിനി, പെരിങ്ങൽകുത്ത്, ഷോളയാർ ഡാമുകൾ. പീച്ചി ഡാം ചെളിയടിഞ്ഞ് സംഭരണശേഷി കുറഞ്ഞ നിലയിലാണ്. എന്നാൽ ചെളി നീക്കാൻ നടപടിയില്ല. കനത്ത മഴയിൽ അതിവേഗം ഡാം നിറഞ്ഞാൽ മണലിപ്പുഴയുടെ തീരത്തുള്ളവർക്ക് ദുരിതമാകും. ഡാമുകളിൽ നിന്നും പുഴകളിൽ നിന്നും ചെളിയും മണലും നീക്കി സംഭരണശേഷി കൂട്ടേണ്ടത് അനിവാര്യമാണ്. കാലവർഷം ശക്തി പ്രാപിച്ചതിനാൽ ഈ മഴക്കാലത്ത് ഇനി പ്രവൃത്തികൾ നടക്കില്ല. അടുത്ത മഴക്കാലത്തിന് മുമ്പായെങ്കിലും മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്താൽ പ്രളയഭീതി ഒരു പരിധിവരെ ഒഴിവാക്കാം. മഴയ്ക്ക് മുമ്പായി തോടുകളും കാനകളും കൂടി വൃത്തിയാക്കാത്തവർ എങ്ങനെയാണ് പുഴകളുടെയും ഡാമുകളുടെയും സംഭരണശേഷി കൂട്ടുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യം. TCV തൃശൂർ. ഡിജിറ്റൽ റവന്യൂ കാർഡ് നവംബർ 1 പുറത്തിറക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. കുറുക്കഞ്ചേരി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട ഭൂമി, കെട്ടിട ബാധ്യത സംബന്ധമായ സേവനങ്ങളെല്ലാം ATM കാർഡ് പോലെയുള്ള 10 അക്ക ഡിജിറ്റൽ നമ്പറുള്ള കാർഡിലൂടെ അറിയാൻ കഴിയും. QR കോഡും ചിപ്പുമുള്ള റവന്യൂ ഡിജിറ്റൽ കാർഡ് വരുന്നതോടുകൂടി റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടാവുന്ന സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ വിനോദ് പൊള്ളാഞ്ചേരി, PV അനിൽകുമാർ, വിനേഷ് തയ്യിൽ, ജയപ്രകാശ് പൂവത്തിങ്കൽ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി, തഹസിൽദാർ T ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. 600 വില്ലേജുകൾ ഈ മാസം പൂർത്തീകരിക്കുമ്പോൾ ഏതാണ്ട് 300-ലേറെ വില്ലേജുകൾ അതിൻ്റെ നിർമ്മാണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കേരളത്തിൽ ആകെയുള്ള 1666 വില്ലേജുകളിൽ ഇരട്ട വില്ലേജുകളുടെ ഓഫീസ് കൂടി കണക്കിലെടുത്താൽ ബാക്കിയുള്ള 1400 വില്ലേജുകളിൽ പൂർണ്ണമായിട്ടും കെട്ടിടം പൊളിച്ച് സ്മാർട്ടാക്കേണ്ട വില്ലേജുകളെല്ലാം സ്മാർട്ടാക്കുക എന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ചടങ്ങിലേക്ക് നമ്മുടെ നാട് പ്രവേശിക്കുകയാണ്. നാടൻ കലാ സംരക്ഷകനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ സ്മരണയും നാടൻ കലാ സെമിനാറും തൃശൂരിൽ സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ നടന്ന പരിപാടി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ സ്മാരക ഫോക്ലോർ സെന്റർ പ്രസിഡന്റ് ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. PJ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. കുമ്മാട്ടി, പുലിക്കളി, സെക്കുലർ പാരമ്പര്യം എന്നതിൽ ഡോക്ടർ ശശിധരൻ കളത്തിങ്കൽ വിഷയാവതരണം നടത്തി. ചുമ്മാർ ചൂണ്ടൽ സ്മാരക ഫോക്ലോർ സെന്റർ സെക്രട്ടറി വിൻസെന്റ് പുത്തൂർ, ED ഡേവിസ്, ചെറിയാൻ ജോസഫ്, CN ഗോവിന്ദൻകുട്ടി, ബാബു മലയിൽ, ജോയ് ചിറമൽ എന്നിവർ സംസാരിച്ചു. ഒരു കേരളീയ വായനാ പക്ഷമുണ്ട്. ഓപ്പറേഷൻ കാപ്പയുടെ ഭാഗമായി 4 കുപ്രസിദ്ധ ഗുണ്ടകൾക്കെതിരെ പോലീസ് കാപ്പ ചുമത്തി. അഴീക്കോട് മേനോൻ ബസാർ സ്വദേശി ചുളക്കപ്പറമ്പിൽ വീട്ടിൽ മായാവി എന്ന നിസാഫ്, മറ്റത്തൂർ വാസുപുരം സ്വദേശി പത്തമടക്കാരൻ വീട്ടിൽ ഷാനാസ്, പെരിഞ്ഞനം പഞ്ചാരവളവ് സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ സഞ്ജു, കിഴക്കേ ചാലക്കുടി ചൌക്ക സ്വദേശി ചെതലൻ വീട്ടിൽ സോജൻ എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. ഇനി TCV സെഗ്മെന്റ് പള്ളിക്കൂടങ്ങൾ തുറക്കുമ്പോൾ.
കാലവർഷം കനത്തതോടെ കുടവിപണിയിൽ പുത്തൻ ഉണർവ്. കുട്ടികളെ ആകർഷിക്കുന്ന വ്യത്യസ്ത തരം കുടകളാണ് ഇത്തവണയും വിപണിയിലെ താരം. തിമിർത്ത് പെയ്യുന്ന മഴയ്ക്കൊരു കരുതലായി കുടയെടുക്കാതെ പുറത്തിറങ്ങുന്നവർ ചുരുക്കം. കാലത്തിന്റെ മാറ്റത്തിനൊപ്പം വിപണിയിലും വൈവിധ്യത്തിന്റെ കുടമാറ്റം കാണാം. പഴയ കാലൻ കുടകൾ അന്യം നിന്ന് പോയിട്ടില്ല. എന്നാൽ നിറത്തിലും വലുപ്പത്തിലുമൊക്കെ മാറ്റങ്ങൾ വന്നു. 3 ഫോൾഡ് കുടകൾക്ക് എന്നും ആവശ്യക്കാരുണ്ട്. സൗകര്യപ്രദമായി കൊണ്ടു നടക്കാമെന്നതാണ് ആകർഷണം. ഇനി നനഞ്ഞാൽ സൂക്ഷിക്കാൻ പ്രത്യേക പൗച്ചും റെഡിയാണ്. 3 ഫോൾഡിൽ നിന്നും 5 ഫോൾഡിലേക്കുള്ള മാറ്റവും ഉപഭോക്താക്കൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന വ്യത്യസ്തതകൾ എന്നും ഈ വിപണിയിലെ ട്രെൻഡാണ്. കാർട്ടൂൺ കുടകളിൽ നിന്നും ഇലൂമിനിയിൽ എത്തി നിൽക്കുന്നു നിർമ്മാതാക്കളുടെ വിപണന തന്ത്രം. ഇത്തവണ കാലവർഷം നേരത്തെ തീരമണഞ്ഞതിനാൽ കച്ചവടം തകൃതി. സ്കൂൾ തുറക്കുന്നത് മുന്നിൽ കണ്ടും വേണ്ടത്ര കരുതിയിട്ടുണ്ട് വ്യാപാരികൾ. സ്പൈഡർമാൻ, അവഞ്ചർ, ഡോറ, ബാർബി, എൽസ, ഫ്രോസൺ അതാണ് മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കൊല്ലം ജോൺസിൽ 5 ഫോൾഡ് വന്നിട്ടുണ്ട്. 560 റേറ്റിൽ വരുന്ന നിയോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. അതേപോലെ തന്നെ ഇലിമിനിറ്റി എന്ന് പറഞ്ഞിട്ട് പോപ്പിയിൽ വന്നിട്ടുണ്ട്. അതിനൊരു 650 അടുത്ത് റേഞ്ച് വരുന്നുണ്ട്. ട്രാൻസ്പാരൻറ്റ് ടൈപ്പ്. അതിൽ 750 ഐറ്റം ഉണ്ട്. ഇഷ്ടമുള്ള വസ്ത്രം തിരഞ്ഞെടുക്കുന്നത് പോലെ കുട വാങ്ങുന്നവരുണ്ട്. കറുപ്പിന്റെ വിരസതയിൽ നിന്നും ചുവപ്പും പച്ചയും നീലയുമൊക്കെയായി വർണ്ണവിന്യാസങ്ങളേറെ. ഇനി പ്രിന്റഡ് വേണോ? അതും റെഡി. ഭംഗിക്കൊപ്പം ഗുണമേന്മ കൂടി കണക്കിലെടുക്കും പലരും. എന്തായാലും ഒരു കൊല്ലം നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുടകളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത്തിരി ട്രെൻഡി ആയിട്ടുള്ള കൂടി നോക്കും. നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും ഇത്തിരി മോഡേൺ ആയിട്ടുള്ള ഒരു ലെവലിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലും നമ്മൾ നോക്കാറുണ്ട്. ആകർഷകമായ പരസ്യവാചകങ്ങളിലൂടെ ഈ രംഗത്ത് മത്സരം മുറുകിയിട്ട് കാലങ്ങളായി. നാട്ടുവഴികളിലും നഗരവീഥികളിലും ഇടവപ്പാതി ഇങ്ങനെ ഇടമുറിയാതെ പെയ്യുമ്പോൾ കുടവിപണിയിൽ ഇനി വരാനിരിക്കുന്നത് ലാഭമഴയുടെ കണക്കുകളാണ്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം KB ലിബീഷ്, TCV ന്യൂസ്, തൃശൂർ. തൃശൂർ പൂരത്തിന് റേഡിയോ വയർലെസ് കമ്മ്യൂണിക്കേഷൻ നൽകിയ ഹാം റേഡിയോ ഓപ്പറേറ്റർമാരെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആദരിച്ചു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മുരളി, സബ് കളക്ടർ അഖിൽ വി മേനോൻ, ജില്ലാ ഫയർ ഓഫീസർ സുവി, തൃശൂർ തഹസിൽദാർ ജയശ്രീ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 2016 മുതൽ തൃശൂർ പൂരത്തിന് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്ന തൃശൂരിലെ ഹാമുകൾ ജില്ലയിലെ ദുരന്തമുഖങ്ങളിലും വർഷക്കാലത്തും ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് വളരെ കാര്യക്ഷമമായ പ്രവർത്തനമാണ് നടത്തുന്നത്. 28ഓളം വരുന്ന ഹാം റേഡിയോ ഓപ്പറേറ്റർമാരാണ് തൃശൂർ പൂരത്തിന് കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റ് സാധ്യമാക്കിയത്. ചാലക്കുടിയിൽ നിന്ന് ബൈക്കുകൾ മോഷ്ടിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിലായിരുന്ന പ്രതി പിടിയിൽ. പെരുമ്പാവൂർ മുടിക്കൽ സ്വദേശി മാടവന സിദ്ധി എന്നറിയപ്പെടുന്ന മാടവന വീട്ടിൽ സിദ്ദിഖിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓൾ കേരള ചിട്ടി ഫോർമെൻ അസോസിയേഷൻ 28ാം വാർഷിക പൊതുയോഗം തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്നു. അസോസിയേഷൻ ചെയർമാൻ ഡേവിസ് കണ്ണനായിക്കൽ അധ്യക്ഷത വഹിച്ചു. ചിട്ടി നടത്തിപ്പിനെക്കുറിച്ചുള്ള പുസ്തകത്തിന്റെ വിതരണോദ്ഘാടനം റിട്ടയേർഡ് ജസ്റ്റിസ് ഡോക്ടർ PN വിജയകുമാർ നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രന്ഥകർത്താവ് രജിത് ഡേവിസ് ആറ്റത്രയെ ഡോക്ടർ PN വിജയകുമാർ ആദരിച്ചു. 2024-25 വർഷത്തിൽ 5 അതിലധികമോ ചിട്ടികൾ ആരംഭിച്ച കമ്പനികൾക്കുള്ള ആദരം NA ജോർജ് നിർവഹിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി VT ജോർജ്, ഓർഗനൈസിംഗ് സെക്രട്ടറി KV ശിവകുമാർ, ട്രഷറർ CL ഇഗ്നേഷ്യസ്, വൈസ് ചെയർമാൻ ബേബി മൂക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. KSFE ഡയമണ്ട് ചിട്ടികളുടെ സംസ്ഥാനതല മെഗാ സമ്മാന വിതരണം തൃശൂരിൽ നടന്നു. ചിട്ടിരംഗത്തെ മാതൃകാ സ്ഥാപനമാണ് KSFE എന്ന് ധനമന്ത്രി അഡ്വക്കേറ്റ് KN ബാലഗോപാൽ. KSFEയുടെ ചെമ്പൂക്കാവിലെ കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ KSFE ഡയമണ്ട് ചിട്ടിയുടെ 25 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനം പെരിഞ്ഞനം ശാഖയിലെ വരിക്കാരനായ മേത്തല സ്വദേശി EM ആദർശിനും, ഒന്നാം സമ്മാനം 25 ലക്ഷം രൂപയ്ക്ക് തുല്യമായ ഡയമണ്ട് ആഭരണങ്ങൾ അല്ലെങ്കിൽ 25 ലക്ഷം രൂപ. ഡയമണ്ട് ചിട്ടി 2.0യുടെ 15 ലക്ഷം രൂപയുടെ സമ്മാനം ആലപ്പുഴ മുതുകുളം ശാഖയിലെ M സരസനും ധനമന്ത്രി അഡ്വക്കേറ്റ് KN ബാലഗോപാൽ വിതരണം ചെയ്തു. സരസൻ KSFEയുടെ സംസ്ഥാനതല മെഗാ സമ്മാനം ഏറ്റുവാങ്ങുകയാണ്. രാജ്യത്തെ തന്നെ മാതൃകാ സ്ഥാപനമായ KSFEയുടെ പ്രവർത്തനം പഠിക്കാനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി സംഘങ്ങളാണ് എത്തുന്നത്. സർക്കാർ ഗ്യാരണ്ടി എന്നതാണ് KSFEയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രവാസി ചുട്ടിയും വളരെ ശ്രദ്ധേയമായിട്ട് നമ്മുടെ വിദേശത്തുള്ള ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യക്ക് അകത്ത് കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ ആവശ്യപ്പെടുന്നുണ്ട്. അത് കൂടുതൽ വിപുലീകരിക്കാൻ തന്നെയാണ് KSFE ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. KSFE ചെയർമാൻ K വരദരാജൻ അധ്യക്ഷത വഹിച്ചു. KSFE മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ SK സനിൽ, ബിസിനസ് വിഭാഗം ജനറൽ മാനേജർ P ശ്രീകുമാർ, ഡയറക്ടർമാർ, ജീവനക്കാർ, ഏജന്റുമാർ, അപ്രൈസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
വിവിധ ആകർഷകങ്ങളായ സമ്മാനങ്ങളും മറ്റുമായി നിരവധി ഹ്രസ്വ ദീർഘകാല ചിട്ടികളാണ് KSFE വരിക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത്. തൃശൂർ കളക്ടറേറ്റിന് മുൻപിലെ കുട്ടികളുടെ പാർക്കിൽ കൂട്ടിയിട്ടിരിക്കുന്ന മരച്ചില്ലകളും വിറകും നീക്കം ചെയ്യാൻ നടപടി ആവശ്യപ്പെട്ട് കളക്ടർക്ക് നിവേദനം നൽകി. പൊതുപ്രവർത്തകനായ ജെയിംസ് മുട്ടിക്കലാണ് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയത്. പാർക്കിനുള്ളിൽ മതിലിനു ചുറ്റും കുട്ടികളുടെ കളിയുപകരണങ്ങൾക്കടുത്തും മരച്ചില്ലകളും മരത്തടികളും കുന്നുകൂട്ടിയിട്ടിരിക്കുന്നതിനാൽ കുട്ടികൾക്ക് കളിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇലകൾ ചീഞ്ഞ് ദുർഗന്ധവും കൊതുക് ശല്യവും വർദ്ധിച്ചിരിക്കുകയാണെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറിന്റെ നിർദ്ദേശാനുസരണം നടത്തിയ ജില്ലാതല പ്രത്യേക പരിശോധനയിൽ തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ 21 പേരെ അറസ്റ്റ് ചെയ്തു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റതിനും ഉപയോഗിച്ചതിനുമായി 16 കേസുകളും കഞ്ചാവ് ബീഡി വലിച്ചതിന് 3 കേസുകളും കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് 1 കേസുമാണ് രജിസ്റ്റർ ചെയ്തത്. സ്കൂൾ പരിസരത്തുള്ള ഷോപ്പുകളും മറ്റ് സ്ഥാപനങ്ങളും സ്ഥിരമായി മയക്കുമരുന്നുകളും നിരോധിത ലഹരി പദാർത്ഥങ്ങളും കടത്തുന്നവരുടെ വാഹനങ്ങളും പരിശോധിച്ചു. മറ്റത്തൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. അവിട്ടപ്പള്ളി സ്വദേശി അരിക്കാട്ട് വീട്ടിൽ സജീവനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. കാഷ്വാലിറ്റിയിൽ ജോലി ചെയ്തിരുന്ന സ്റ്റാഫ് നഴ്സിന്റെ ജോലിക്ക് തടസ്സം നിൽക്കുകയും മാനഹാനി വരുത്തുകയും ചെയ്ത സംഭവത്തിന് പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ചാലക്കുടിയിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ആനന്ദപുരം ആലത്തൂർ സ്വദേശി പേരോട്ട് വീട്ടിൽ ഉജ്ജ്വലാണ് അറസ്റ്റിലായത്. ഇനി വാണിജ്യം. കേരളത്തിലെ പ്രമുഖ പ്രീമിയം ബ്രൈഡൽ റെന്റൽ ജ്വല്ലറിയായ ഗോൾഡൻ കപ്പിന്റെ 9ാമത് ഔട്ട്ലെറ്റ് തൃശൂരിൽ പ്രവർത്തനമാരംഭിച്ചു. ശങ്കരയ്യർ റോഡിൽ ചേറ്റുപുഴ ടവറിലെ സോന ഹോട്ടൽസിന്റെ 1ാം നിലയിൽ ആരംഭിച്ച ഗോൾഡൻ കപ്പ് പ്രീമിയം ബ്രൈഡൽ റെന്റൽ ജ്വല്ലറി സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം ചെയ്തു. ഗോൾഡൻ കപ്പ് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ നിഹാൽ ഗോൾഡൻ കപ്പ്, ജനറൽ മാനേജർ അനസ് മുഹമ്മദ്, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. കല്യാണത്തിനും മറ്റ് വിശേഷ ദിവസങ്ങളിലും ധരിക്കാനുള്ള ആകർഷകവും അതിമനോഹരവുമായ എക്സ്ക്ലൂസീവ് ഉത്തരേന്ത്യൻ ഡിസൈനുകളുടെ അതിശയിപ്പിക്കുന്ന ജ്വല്ലറി ശേഖരമാണ് ഔട്ട്ലെറ്റിൽ സജ്ജമാക്കിയിരിക്കുന്നത്. പാരമ്പര്യവും ആധുനികതയും പ്രൗഢിയും സമന്വയിച്ച പ്രീമിയം ഗുണനിലവാരത്തിലുള്ള ആഭരണങ്ങൾ മിതമായ നിരക്കിലാണ് ഗോൾഡൻ കപ്പ് വാടകയ്ക്ക് ലഭ്യമാക്കുന്നത്. ഉപഭോക്താവിന്റെ ആവശ്യപ്രകാരം തങ്ങൾക്ക് ഇണങ്ങിയതും അനുയോജ്യവുമായ ആഭരണങ്ങൾ ഗോൾഡൻ കപ്പിന്റെ വിദഗ്ധ സംഘം പ്രത്യേകം രൂപകൽപ്പന ചെയ്തും നൽകും. വധുവിനെ അണിയിച്ചൊരുക്കാൻ പരിചയസമ്പന്നരായ സ്റ്റൈലിസ്റ്റുകളുടെ സേവനം, ഓൺലൈൻ ഓഫ്ലൈൻ ഷോപ്പിംഗ്, തിരഞ്ഞെടുത്ത ആഭരണങ്ങൾ കൃത്യസമയത്ത് ഉപഭോക്താവിന് എത്തിച്ചു നൽകുന്ന വിശ്വസനീയമായ ഡെലിവറി സേവനം എന്നിവ ഗോൾഡൻ കപ്പിന്റെ പ്രത്യേകതയാണ്. 9 വർഷത്തെ വിശ്വസ്ത പ്രവർത്തന പാരമ്പര്യമുള്ള ഗോൾഡൻ കപ്പിന് തൃശൂരിന് പുറമെ തിരൂർ, കൊച്ചി, കണ്ണൂർ, കോട്ടയ്ക്കൽ, കാലിക്കറ്റ്, കൊല്ലം, എടപ്പാൾ എന്നിവിടങ്ങളിലും ഔട്ട്ലെറ്റുകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 7994983998. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8920 രൂപ, പവന് 71,360 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3733 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. CPM പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജു വധക്കേസിൽ പ്രതികൾക്ക് ആജീവനാന്തം തടവും 11,52,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷിച്ചത്. സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ തയ്യാറെടുത്ത വിദ്യാർത്ഥികൾ ജില്ലാതല പ്രവേശനോത്സവം പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ നടന്നു. വാർത്ത ബലം കണ്ടു. ജീവനക്കാരില്ലാതെ അടച്ചിടൽ ഭീഷണിയിലായ പെരിങ്ങാവ് വില്ലേജ് ഓഫീസിൽ ജീവനക്കാരെത്തി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്. SC മൊയ്തീൻ MLA ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
തൃശൂർ നഗരത്തിൽ അപകട ഭീഷണി ഉയർത്തി തകർന്നു വീഴാറായി നിരവധി കെട്ടിടങ്ങൾ. ഒരു കെട്ടിടം പൊളിക്കുന്നതിൽ മാത്രമായി നടപടികൾ ഒതുക്കി തൃശൂർ കോർപ്പറേഷൻ. ഒരു പൗരൻ എന്ന നിലയിൽ ഇടയ്ക്കിടെ തെരഞ്ഞെടുപ്പ് വരുന്നത് ശല്യം പോലെയാണ് തനിക്ക് തോന്നാറുള്ളതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് വരണമെന്നും സുരേഷ് ഗോപി. ജില്ലയിൽ തോരാമഴയ്ക്ക് ശമനം. 10 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. കയ്പമംഗലത്തും എടത്തുരുത്തിയിലും വെള്ളക്കെട്ട് രൂക്ഷം. പെരിങ്ങാട് പുഴയിലെ ചെളിയും മണ്ണും നീക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.